സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യെശയ്യാവിന്റെ പുസ്തകം 57-15 വാക്യം വായിക്കാം. നോക്കൂ. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനും. നോക്കുക, ശാശ്വതവാസിയാണ്. എന്താണ് അവന്റെ സ്വഭാവം? ഉന്നതനും ഉയർന്നിരിക്കുന്നവനും പരിശുദ്ധനും ശാശ്വതവാസിയുമാകുന്നു അവൻ. എന്താണ് നിങ്ങൾ യേശുവിനെ കുറിച്ച് ചിന്തിക്കുന്നത്? യേശുവിനെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്? ആ ക്രൂശിൽ ഇങ്ങനെ കിടക്കുന്നതായ ദൈവം, അതാകുന്നു ദൈവമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? യേശുവിന് എന്തുണ്ട്? ഒരു കിരീടം ഉണ്ടോ? ഒരു സിംഹാസനമുണ്ടോ? അവൻ എന്തുകൊണ്ടാണ് അങ്കിയെടുത്ത് രക്തം ഒഴുകി അങ്ങനെ കിടക്കുന്നത് എന്ന് ആളുകൾ വിചാരിക്കാറുണ്ട്. എന്നാൽ ആരാണവൻ? ഉന്നതനാണവൻ, ഉയർന്നിരിക്കുന്നവനാണവൻ, പരിശുദ്ധൻ, ശാശ്വതമായ നിത്യവും വസിക്കുന്ന ദൈവം. ഇന്നലെ വന്ന ദൈവമല്ല യേശു കർത്താവ്. ഇന്നലെ വന്നതായ ദൈവമല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യ രൂപത്തിൽ അവൻ ഭൂമിയിൽ അവതരിച്ചു എന്നത് ശരിയാണ്. എന്നാൽ അവൻ എന്നു മുതലുള്ള ദൈവമാണ്. ആദി മുതലുള്ളതായ ദൈവം, അന്ത്യനായിരിക്കുന്ന ദൈവം, ആൽഫയായവൻ, ഒമേഗയായവൻ, ഇരുന്നവനും ഇരിക്കുന്നവനും ഞാനാകുന്നു, നിത്യവും ജീവിക്കുന്ന ദൈവമാണവൻ. എവിടെയാണവൻ നിവസിക്കുന്നത്? അവൻ ഉന്നതനും പരിശുദ്ധനുമായിട്ട് വസിക്കുന്ന ദൈവമാണ്. എങ്കിലും താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ മനസ്സിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോട്. എവിടെയാണ് അവൻ വസിക്കുന്നത്? ഉന്നതത്തിൽ വസിക്കുന്നവൻ ഇപ്പോൾ എവിടെയാണ് വസിക്കുന്നത്? ഉന്നതനായ ദൈവം, ഉയർന്നിരിക്കുന്നവനായ ദൈവം. എങ്കിലും മനോവിനയമുള്ളവരോട് കൂടെ, താഴ്മയുള്ള ആളുകളോട് കൂടെ ഞാൻ വസിക്കുമെന്ന് പറയുന്നു. എവിടെയാണ്? നാം വിശ്വാസത്തോടുകൂടി താഴ്മയുള്ളവരായി ജീവിച്ചുകൊണ്ട് കർത്താവിനെ നമ്മിലേക്ക് ക്ഷണിച്ചാൽ, അവൻ ശാശ്വതവാസിയായ ദൈവമായിരിക്കുമ്പോഴും, ഉന്നതനായിരിക്കുന്ന ദൈവം ആയിരിക്കുമ്പോഴും, മഹോന്നതനായിരിക്കുമ്പോഴും, അവൻ പരിശുദ്ധനായിരിക്കുന്ന ദൈവമായിരിക്കുമ്പോഴും, അവൻ ഹൃദയം നുറുങ്ങിയതായ അവസ്ഥയിലുള്ളവരുടെ കൂടെ ജീവിക്കുമെന്ന് പറയുന്നു. സ്വർഗം എൻ്റെ സിംഹാസനമാകുന്നു, ഭൂമി പാദപീഠമാകുന്നു എന്ന് പറയുന്ന ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ വസിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ദൈവമക്കളുടെ മുഖത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ട്. യേശുക്രിസ്തുവിനെ അറിയുന്നതായ മക്കളുടെ മുഖത്ത് അതിൻ്റെ ശോഭയുണ്ട്. യേശുക്രിസ്തുവിനെ അറിയുന്ന മക്കളുടെ മുഖത്ത് ശോഭയുണ്ട്. അത് അഴകല്ല. ശോഭയെന്ന് പറയുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നതായിട്ടുള്ള വരമാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ അനുഗ്രഹിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ സമാധാനമുണ്ടായിരിക്കും, മുഖത്ത് പുഷ്ടിയുണ്ടായിരിക്കും. മനസ്സിൽ കോപമുള്ളവരുടെ മുഖം എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കോപം വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെയൊന്നും വരില്ലായിരിക്കും. കോപമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? പറയൂ. മരിച്ചുപോയവർക്ക് കോപം വരില്ല, നിങ്ങൾക്കറിയാമോ? കോപിക്കാം, എന്നാൽ കോപം ഒരിക്കലും പാപമല്ല. എന്നാൽ കോപം മനസ്സിൽ സൂക്ഷിക്കുന്നതാണ് പാപം. കോപിക്കുമ്പോൾ പാപത്തെക്കുറിച്ച് അല്ലാതെ മറ്റു വിഷയങ്ങളിൽ കോപിക്കുവാൻ പാടില്ല. കോപം വരുമ്പോൾ ഒരു മനുഷ്യന്റെ മുഖം മൃഗത്തിന്റെ പോലെ വികൃതമായി മാറും. പക കാണിക്കുമ്പോൾ, വിദ്വേഷം കാണിക്കുമ്പോൾ, ഹൃദയത്തിൽ കോപമുണ്ടെങ്കിൽ മുഖത്ത് ശോഭ ഉണ്ടാകില്ല. ഹൃദയത്തിൽ കർത്താവ് ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും. ഇന്ന് അനേകം ആളുകൾക്കും രോഗമാണ്, പലവിധമായ വ്യാധികളാണ്. യഥാർത്ഥത്തിൽ രോഗം എന്തുകൊണ്ടാണ് വരുന്നത്? പറയൂ. ഞങ്ങൾക്കെങ്ങനെ അറിയാം? ഞങ്ങൾ ഡോക്ടർമാരാണോ?
സൈത്താനാണ് അയച്ചത്. എന്തു വന്നാലും പിശാചിന്റെ മേലിലാണ്. എന്തു പറഞ്ഞാലും പിശാചിന്റെ ശോധനയാണെന്നാണ്. എന്തിനാണ് കുടിക്കുന്നതെന്ന് ഒരുത്തനോട് ഞാൻ ചോദിച്ചു. പിശാചിന്റെ ശോധനയാണ് ദേവദാസ, അതുകൊണ്ടാണ് കുടിക്കുന്നതെന്ന് പറയുന്നത്. ഇനി അടുത്ത തവണ പിശാച് പരീക്ഷിക്കുമ്പോൾ, പിശാചേ മാറിപ്പോകൂ എന്ന് കർത്താവ് പറഞ്ഞില്ലയോ എന്ന് ഞാൻ ചോദിച്ചു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇതാ വീണ്ടും മദ്യപിച്ചിട്ട് വരുന്നു. എന്തുകൊണ്ട് മദ്യപിച്ചു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറയുന്നു, പിശാച് പരീക്ഷിച്ചതാണെന്ന്. പിശാച് പരീക്ഷിക്കുമ്പോൾ പിശാചെ എന്നെ വിട്ടു പോകൂ എന്ന് ഞാൻ പറയാൻ പറഞ്ഞില്ലേ? പറഞ്ഞ ദേവദാസ ഞാൻ അങ്ങനെ പറഞ്ഞു. അത് പിറകോട്ട് പോയിട്ട് മുൻപിൽ വന്നിട്ട് എന്നെ അവിടുന്ന് തെള്ളിയിടാനിടയായി ചാരായ ഷാപ്പിലേക്ക്. പിറകോട്ട് പോയിട്ട് പിശാച് എന്തു ചെയ്തതാണ്? മുൻപോട്ട് തള്ളിയിട്ടെന്നാണ്. അയ്യോ, എന്തെല്ലാം ഉപായങ്ങളാണ് ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നത് പിശാചിന്റെ മേൽ. കോപവും പാപവുമാണ് ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം. നമ്മുടെ മനസ്സിന് സമാധാനം ഇല്ല എങ്കിൽ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുമെന്നാണ്. നമ്മുടെ മനസ്സിന് സംതൃപ്തി ഇല്ല എങ്കിൽ നമുക്ക് പലവിധമായ രോഗങ്ങൾ ഉണ്ടാകും. ഈ കാലത്ത് പാരാലിസിസ് സ്ട്രോക്ക് ഉണ്ടാകുന്നു. സാധാരണ പുരുഷന്മാർക്കാണ് സ്ട്രോക്ക് കൂടുതലും ഉണ്ടാകാറുള്ളത്. എന്തുകൊണ്ടെന്നാൽ പുരുഷന്മാർക്കാണ് സമ്മർദ്ദം കൂടുതൽ. എന്താണ്? എന്ന് പറയുമ്പോൾ രക്തം സമ്മർദ്ദം വന്നിട്ട് ഞരമ്പ് പൊട്ടിപ്പോകുവാനിടയാകും. അങ്ങനെ കൈകളിലേക്കും കാലുകളിലേക്കും രക്ത ഒഴുക്ക് വരാതെ അവസാനം പാരാലിസിസ് ആയിട്ട് കിടക്കുവാൻ ഇടയാകും, വീണുപോകുവാൻ ഇടയാകും. എന്നാൽ ഈ കാലത്ത് സ്ത്രീകൾക്ക് പക്ഷപാതം വരുന്നതായിട്ട് നമുക്ക് കാണാം. നിന്റെ കോപം നീ മനസ്സിൽ വയ്ക്കുകയാണെങ്കിൽ ആങ്സിറ്റി എന്ന് പറയും ഇംഗ്ലീഷിൽ. ഉത്കണ്ഠ എന്താണ്? ഒരു രീതിയിലുള്ളതായ ടെൻഷൻ എന്ന് പറയത്തില്ലേ, അത് ശരിയായ പദം അല്ല. സ്ട്രെസ്, ഒരു സമ്മർദ്ദം. അതായത് ഉത്കണ്ഠ. എന്താണ് സംഭവിക്കും, എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കുമോ എന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെയൊന്നും നടക്കില്ല. നിന്റെ രക്തം മാത്രം അകത്ത് തെളിച്ചു മറിയും. എന്താണ്? അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, സകലത്തിനും പ്രാർത്ഥനയോടെ അപേക്ഷയോടെ എൻ്റെ അടുക്കൽ നിങ്ങൾ വരിക. മനുഷ്യന്റെ ജീവിതത്തിൽ തീർച്ചയായും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകും എന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്താകുന്നു? പറയൂ. അത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ കഷ്ടതയാണേ, ബുദ്ധിമുട്ടാണേ, ഞെരുക്കമാണേ എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യം ഇല്ല. ശരീരമാണെങ്കിൽ തീർച്ചയായും രോഗങ്ങൾ ഉണ്ടാകുവാൻ ഇടയാകും. അയ്യോ, എനിക്ക് രോഗം വന്നേ എന്ന് ആകുലപ്പെടേണ്ട. എന്താണ്? ആകുലപ്പെടേണ്ട. വയറുള്ളവന് വിശക്കുമോ? ഇല്ലയോ? വിശക്കും. ക്ഷീണമുള്ളവന് ഉറക്കം വരുമോ? ഇല്ലയോ? ഉറക്കം വരും. ഒരാൾ വിഷമത്തോടെ ഡോക്ടറിന്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, ഡോക്ടർ, എനിക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. എന്താണ് പറ്റിയത്? എനിക്കെപ്പോഴും വിശപ്പുണ്ടാവുകയാണ്. നല്ലതാണ് വിശപ്പുണ്ടാകുന്നത്. അനേകം ആളുകൾ വിശപ്പില്ലാതെ ഭാരപ്പെടുന്നു. എന്നാൽ നിനക്ക് വിശപ്പുണ്ടെങ്കിൽ ആരോഗ്യമാണെന്നാണ് അർത്ഥം. അതല്ല ഡോക്ടർ, എനിക്ക് ഉറക്കം വരുന്ന സമയത്ത് എൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നു, പിന്നെ കണ്ണടയ്ക്കാതെ കണ്ണു തുറന്ന് നിനക്ക് ഉറങ്ങാൻ കഴിയുമോ? എന്താണ്? ഈ കാലത്തുള്ള മനുഷ്യർക്ക് ഇങ്ങനെയുള്ള പല പല സംശയങ്ങളാണ്. ഈ സംശയം കാരണമാണ് പലവിധമായ രോഗങ്ങളും ഉണ്ടാകുന്നത്. ഭയപ്പെടുകയാണെങ്കിൽ അതുതന്നെ സംഭവിക്കും. നിന്റെ സകല ഭയത്തിൽ നിന്നും നിന്നെ വിടുവിക്കുവാൻ യേശുക്രിസ്തുവിന് കഴിയും. ഭയപ്പെടരുത് എന്ന് 365 തവണ ബൈബിളിൽ പറയുന്നു. എത്ര തവണയാണ് പറയുന്നത്? അതായത് എല്ലാ ദിവസവും കർത്താവ് പറയുകയാണെന്നാണ്. എന്താണ് പറയുന്നത്? ഭയപ്പെടരുത്. അയ്യോ, എനിക്ക് രോഗം വന്നിരിക്കുന്നു. നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ഞാനാകുന്നു. കഷ്ടത വന്നിരിക്കുന്നു. നിന്റെ കഷ്ടതയിൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നവനാണ്. എനിക്ക് എവിടേക്ക് പോകണമെന്ന് അറിയുന്നില്ല. ഞാൻ നിന്റെ കരം പിടിച്ച് നിന്നെ വഴി നടത്തുന്നു. എന്റെ മാതാപിതാക്കൾ മരിച്ചു പോയിരിക്കുന്നു. നിന്റെ മാതാപിതാക്കൾ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ കൈവിടില്ല. എന്റെ മാതാവിന്റെ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടു. പെറ്റതള്ള നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. എന്റെ ഉള്ളം കൈയിൽ നിന്നെ ഞാൻ വരച്ചിരിക്കുകയാണ്. അയ്യോ, എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നു. യൗവനകാലത്ത് ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയുടെ പക്ഷത്ത് ദൈവമുണ്ട്. നിന്റെ പക്ഷത്ത് ജഡ്ജിയായിട്ട് ഞാനുണ്ട്. നിന്റെ പക്ഷത്തു നിന്ന് നിന്റെ ഭർത്താവിനോട് ഞാൻ വാദിക്കും. വേദപുസ്തകം വായിക്കുന്നവർക്ക് സകലതും മനസ്സിലാകും. അതുകൊണ്ട് അവർ ചെറിയ ചെറിയ കാര്യത്തിന്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒരിക്കലും ഉത്കണ്ഠപ്പെടുകയില്ല, ദുഃഖിക്കുകയില്ല, വിഷമിക്കുകയില്ല. അവർ യേശുവിങ്കലേക്ക് നോക്കാനിടയാകും. എപ്പോൾ ഏത് പ്രശ്നം ഉണ്ടായാലും, ഏതു കഷ്ടത ഉണ്ടായാലും, ഏത് വിഷയത്തിന് നടുവിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. നമ്മെ നന്നായി അറിയുന്ന ദൈവം ആരാകുന്നു? യേശുക്രിസ്തു. ഒരു യൗവനക്കാരൻ എങ്ങനെയുള്ള പരിശോധനകളാണ് വരുന്നത്? അവന്റെ ജീവിതത്തിൽ എന്തുണ്ടാകുമെന്ന് യൗവനക്കാരനായി ജീവിച്ച
യേശുവിനറിയാം. ഒരു മകൻ എങ്ങനെയാണ് മാതാവിനെ സ്നേഹിക്കേണ്ടതെന്ന് മകനായി ജീവിച്ച് മാതാവിനെ സ്നേഹിച്ചതായി യേശുവിന് അറിയാം. അപമാനം എന്ന് വെച്ചാൽ എന്താണെന്ന് അവന്, നിന്ന എന്ന് വെച്ചാൽ എന്താണെന്ന് അവന്, ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എത്രമാത്രം സങ്കടമുണ്ടാകുമെന്ന് അവൻ അനുഭവിച്ചത് കൊണ്ട് നമ്മെപ്പോലെ തന്നെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടതിനാൽ അവന് സകലതും മനസ്സിലാക്കുവാൻ കഴിയും. എന്താണ്? യേശുക്രിസ്തുവിനേക്കാൾ അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും ഇല്ല. അവൻ പ്രാണപ്രിയനാണ്. അവനെ പോലെ മറ്റാരുമില്ല. എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ ദർശിക്കണമേ. നിന്റെ സാന്നിധ്യമില്ല എങ്കിൽ, നിന്റെ കൂട്ടായ്മയില്ല എങ്കിൽ ഈ നശ്വരമായ ഈ ലോകത്ത് ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയില്ലപ്പാ. ഈ നിന്ദയും ഈ അപമാനങ്ങളും ഈ രോഗങ്ങളും ഈ വ്യാധികളും ഈ പോരാട്ടങ്ങളും ഈ കലഹങ്ങളും സഹിക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, നിന്റെ ആത്മാവിന്റെ ശക്തി എന്റെ ഹൃദയത്തിലേക്ക് വ്യാപരിപ്പിക്കണമേ. എന്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ യേശുക്രിസ്തു എന്നോട് കൂടി ഉണ്ടെന്നുള്ളതായ ധൈര്യം, ആ വിശ്വാസവും തൃപ്തിയും എന്റെ ജീവിതത്തിൽ നീ നൽകണമേ. എന്നാരൊക്കെയാണോ നിന്നോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ അത്ഭുത കാര്യങ്ങൾ നീ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.